ആലുവയിൽ നിന്ന് കാണാതായ ഒരു 8ാം ക്ലാസ്സുകാരി, അതായത് 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കാണാതാവുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ഈ കുട്ടിയെ കാണാനില്ലെന്നുള്ള വിവരം മീഡിയകളിലെല്ലാം വാർത്തയായിരുന്നു. അതായത് കുട്ടിയെ കണ്ടെത്തുന്നത് വരെ, അതായത് കുട്ടിയെ കണ്ടെത്തി പൂനെയിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പം കണ്ടെത്തുന്ന സമയത്ത് കുട്ടിക്കൊപ്പം ഒരു ഓച്ചിറ സ്വദേശിയായ ഒരു 25 വയസ്സുള്ള അഭിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കൂടെ പോലീസ് പിടികൂടി എത്തിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ശരിക്കും സംഭവം? ഇത് നമ്മൾ കാണേണ്ടത് ആദ്യമേ തന്നെ നമ്മളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം നമ്മുടെ രക്ഷിതാക്കൾ ചെയ്തേ പറ്റൂ. വേറൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തു തന്നെ വളർത്തുന്നതാണ്. അവർ സാമൂഹ്യ മാധ്യമങ്ങളടക്കം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അടക്കം, ഫേസ്ബുക്കിലടക്കം, ഫേസ്ബുക്കൊക്കെ ഇപ്പം കുട്ടികൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടെ വൈഡാണ്. ഈ ഫേസ്ബുക്കും പിന്നേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു സാധനം ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളിലും ആക്സസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ പ്രോബ്ലം. ഇത് ആലോചിക്കുക, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അതായത് 8ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പഴയ ഹൈസ്കൂളിലേക്ക് ആ കുട്ടി കയറിയിട്ടില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുകുട്ടി. ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഒരുപാട് വരുന്നുണ്ട്. അതും തന്നെ സോഷ്യൽ മീഡിയ കാറ്റഗറി പെടുത്താവുന്ന സാധനം. അതെ 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 ഡേറ്റിംഗ് ആപ്പുകൾ ഒരുപാട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് അവരോട് പറയണം, അവരെ നിയന്ത്രിക്കണം. തന്നെയുമല്ല, അവർക്കൊരു പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്താൽ പോരെ കുട്ടികൾ? അത്രയൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. രക്ഷിതാക്കൾ ഒന്നുകിൽ രക്ഷിതാക്കളുടെ പിന്നെ ഇൻസ്റ്റ ഉപയോഗിച്ചിട്ട് അവർക്ക് റീലുകൾ കാണണമെന്നുണ്ടെങ്കിൽ രസകരമായ റീലുകൾ കാണാം. പക്ഷേ അതിലവർ ചാറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഈ കുട്ടിക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. നമ്മൾ കുട്ടിയെ അടമൻ്റായിട്ട് കുറ്റം പറയാം. രക്ഷിതാക്കൾക്ക് വലിയ പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാം റീലുകൾക്കപ്പുറത്ത് ചെയ്യുന്നതുകൊണ്ട് അവർ ആരൊക്കെയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു നോളജ് എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. ഈ ആലുവ എന്ന് പറയുന്ന കേട്ടപ്പോൾ, ആലുവയിൽ നിന്നൊരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു ദുരന്ത ചിത്രമുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു നരാധമൻ ആലുവയിൽ തന്നെയാണ് എടുത്തുകൊണ്ട് പോയി ഒരു പച്ചക്കറി കൂടാരത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയ സംഭവം നമ്മുടെ കൺമുമ്പിൽ പെട്ടെന്ന് വരികയാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ സ്മരണ കൂടിയാണ്. അതെല്ലാം ഇവിടെ സംഭവിച്ചത് എന്താ? ഈ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുകൊണ്ട് എനിക്കൊന്ന് ഓച്ചിറ, കായംകുളം ഓച്ചിറ സ്വദേശിയായ ക്ലാപ്പന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ക്ലാപ്പനയിലുള്ള അഭിജിത്ത് എന്ന് പറയുന്ന 25 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായി അടുപ്പത്തിലായി. ആലോചിച്ച് നോക്കി, 25 വയസ്സുണ്ട് അല്ലേ? 25 വയസ്സുകാരനായ ഒരു പയ്യനുമായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ ഇവർ തമ്മിൽ കുട്ടിക്ക് വെറും 12 വയസ്സ്, അതായത് 13 വയസ്സിന് മൂപ്പുള്ള ഒരാളുമായി ഒരു പരിചയം സ്റ്റാർട്ട് ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു, പരിചയം സ്ഥാപിക്കുന്നു. ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ്, മുഖമില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ പലരും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കത്തില്ല. ഈ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ അഭിജിത്ത് നേരത്തെയും പല പോക്സോ കേസുകളിലും പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു പിഡോഫീലിയ എന്ന് പറയുന്ന ഒരു മനോരോഗത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ആണ് ശരിക്കും ഈ അഭിജിത്ത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഈ അഭിജിത്ത് ഈ കുട്ടിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. പലതവണ ഈ അഭിജിത്ത് അതിൽ ഐസ്ക്രീം കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ അഭിജിത്ത് അവിടെ നാട്ടിൽ ഈ ആലുവയിൽ പിന്നെ ഈ കുട്ടിയുടെ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. ഈ കുട്ടി പിന്നെ എന്താ പറയുക, ആ കുട്ടിയുടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ആലങ്ങാട് ഇയാൾ ചെന്നിട്ടുണ്ട്. കരുമാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കുട്ടിയെ കാണാൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഇവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവരുടെ ഒരു കണക്ഷൻ ഈ ചാറ്റിലൂടെ എവിടം വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളെന്ന് ആലോചിച്ച് നോക്കും. അതിനുശേഷമാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടിയെ കാണാതാവുന്നു. കുട്ടി അവിടെ നിന്ന് ഒരു ദിവസം രാവിലെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നോട്ട്ബുക്ക് മേടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പതുക്കെ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അമ്മയുടെ ഫോണും കയ്യിൽ വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഫോണും കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്നു. കുട്ടിയെ വൈകുന്നേരമായിട്ടും കാണുന്നില്ല. പിന്നീടാണ് ഇവർ പിന്നെ ആലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടത് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോലീസുകാർക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല. വീട്ടുകാർ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, ഞങ്ങളുടെ പോലീസുകാർ എൻ്റെ കുട്ടിയെ കണ്ടെത്തി തരുന്നില്ല, എൻ്റെ കുട്ടി എവിടെ പോയി ഞങ്ങൾക്ക് അറിയില്ല. ഇത് പോലീസിനോട് വന്ന് പരാതിപ്പെടുന്നു, മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരാതിപ്പെടുന്നു.
അതിനുശേഷം പോലീസ് എന്ത് ചെയ്തു? പോലീസ് വല വിരിച്ചു. പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ കാരണമാണ് ഈ കുട്ടിക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കുഞ്ഞ് തിരിച്ചു വന്നത് നമുക്ക് ആശ്വസിക്കേണ്ടി വരും. കാരണം പോലീസ് 2 ഗ്രൂപ്പായി. അപകടത്തിൽപ്പെട്ടില്ല എന്നുള്ളത് വലിയൊരു. പിന്നെ പോയ വഴി എവിടെയാണ്? ഈ കുട്ടി പോയ വഴി ആലോചിച്ച് നോക്കൂ. ആലുവയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നൊരു ട്രെയിനിൽ ഇവർ കയറുന്നു 2 പേരും കൂടിയിട്ട്. ഈ 2 പേരും കൂടെ കയറിയിട്ട് ഇടയ്ക്ക് ഫോൺ ഓൺ ആവും. 24 മണിക്കൂറാണ് ഇവരുടെ ഫോൺ പോലീസ് നിരീക്ഷണത്തിൽ വെച്ച്. 24 അവർ. 1 മിനിറ്റ് പോലും വൈകരുത്. 1 മിനിറ്റ് പോലും ആ ഫോൺ ട്രാക്കിങ്ങിൽ നമുക്ക് പിഴവ് പറ്റരുത്. 24 അവർ വാച്ചിങ്ങിലായിരുന്നു. 24 മണിക്കൂർ വാച്ചിങ്ങിലിട്ട സമയത്ത് ഇടയ്ക്ക് ഇവരുടെ ഫോൺ ഓൺ ആവുന്നുണ്ട്. ഫോൺ ഓൺ ആവുന്ന സമയത്ത് മംഗലാപുരം കാണിച്ചു. മംഗളൂരുവിൽ കാണിക്കുന്നു. മംഗളൂരുവിൽ കാണിച്ച സമയത്ത് ഇവിടുന്ന് വനിതാ പോലീസ് അടക്കമുള്ള ഒരു സംഘം ഇവിടുന്ന് മംഗലാപുരത്തേക്ക് തിരിക്കുകയാണ് ഈ കുട്ടിയെ അവിടെ വെച്ചെങ്കിലും പിടികൂടാൻ വേണ്ടിയിട്ട്. പിന്നീട് ഫോൺ ഓഫാണ്. പിന്നീട് വിവരമില്ല. പിന്നീട് ഈ ഫോൺ ഓൺ ആവുന്നത് ഗോവ എത്തിക്കഴിയുമ്പോഴാണ്. ആലോചിച്ച് നോക്കിക്കോളൂ ഇവരുടെ ട്രാവലിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആലുവയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഗോവയിലെത്തി. ഇപ്പൊ ഈ സംഘം നേരെ ഗോവയിലേക്ക് പോകുന്നു. പിന്നീട് അന്ധേരിയാണ് കാണിക്കുന്നത്. നമ്മൾ ആലോചിച്ചു, ബോംബെ അല്ലെങ്കിൽ അന്ധേരി എന്നൊക്കെ പറയുന്ന സ്ഥലം നമ്മുടെ കേരളത്തിലുള്ളവർ കേട്ട് കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നൊരു വികാരം എന്താണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ആ കുട്ടി നേരെ അവിടേക്ക് അന്ധേരിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ കയറുന്നു. പിന്നീട് കുറെ നേരത്തേക്ക് ഇവരുടെ യാതൊരു വിവരവുമില്ല. പിന്നീട് പോലീസ് എന്ത് ചെയ്യും? 2 ടീമാക്കി. ഒരു ടീം ഇങ്ങനെ പോകുന്നു, ഒരു ടീം അപ്പുറത്തോടെയും പോകുന്നു. ഈ രീതിയിൽ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ പൊക്കുന്നു. അവിടുത്തെ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ ഈ ആലങ്ങാട് പോലീസ് അല്ലെങ്കിൽ ആലുവ പോലീസ് അവിടെ എത്തി ഇവരെ പിടികൂടുക ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഏകദേശം 3000 കിലോമീറ്റർ പോലീസ്. നമ്മൾ പിന്നെ നേരത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു കൊലപാതകം നടത്തി പോകുന്ന പ്രതിയെ ഇവിടുന്ന് വളഞ്ഞിട്ട് പോയി പിടിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ ദേശങ്ങൾ കടന്നിട്ട് ട്രെയിനിലും ഒക്കെ. പിന്നീട് ഏറ്റവും അവസാനം ടാറ്റ സുമോ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ. അപ്പം അതുപോലെ ഇവിടുന്ന് ഒരു പോലീസ് സംഘം, 2 പോലീസ് സംഘങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇവർ ഈ കുട്ടീനെ അന്വേഷിച്ചുകൊണ്ട്. നമ്മുടെ പോലീസ്, കേരള പോലീസ് എടുത്ത ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു എഫേർട്ട് എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുട്ടിയെ തിരിച്ച് അവരുടെ രക്ഷിതാക്കളെ ഏൽപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കാര്യം 24 മണിക്കൂറും വിജിലൻ്റ് ആയിട്ടിരുന്നൊരു പോലീസ് സംവിധാനം, പോലീസ് സേന. അവർ ഫോൺ ഓൺ ചെയ്യുന്ന സമയം, ഈ ഫോൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ സ്പോട്ടിൽ അവർ ഫോൺ ഓൺ ചെയ്തിട്ട് അധിക സമയം വെക്കില്ല. ഫോൺ ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നീട് ഇവിടെ നടത്തി എങ്ങനെയാണ് ഇവനിലേക്ക് എത്തുന്നത്? ഇവിടെ നോക്കിയപ്പോൾ ഈ ഫോൺ പരിശോധിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ഫ്രീക്വന്റ് കോൺടാക്ട് ഉണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റുകളുണ്ട്, വിളികൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഓച്ചറ കിടക്കുന്ന ഒരാൾ പിന്നെ ആലങ്ങാടുള്ള ഒരു പെൺകുട്ടിയായിട്ട് നിരന്തരം ചാറ്റിംഗ് ആണ്, വിളിയാണ്, ഫോൺ വിളിയാണ്. എന്തിന്? ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ഒരു വല്ലാത്ത റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ കുട്ടി ഫോൺ ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കാൻ കഴിയില്ല, വീഴ്ച വരുത്തുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മുടെ കുട്ടി അത് മൊബൈൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറൊന്നും നോക്കണില്ല, നമ്മുടെ മൊബൈൽ എടുത്ത് വെച്ച് സ്വയമേവ പാസ്വേഡൊക്കെ അടിച്ച് സ്വയമേവ തന്നെ യൂട്യൂബിലേക്ക് കയറി അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്ക് കയറി റീല് കണ്ടോളും. എന്നിട്ട് ആ റീലിനനുസരിച്ച് ആ കുട്ടി നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യും. സംഭവം സത്യം ശരിയാണ്. കുട്ടികളാണ്, അവർക്ക് പെട്ടെന്നൊരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്, പവറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മുടെ കുട്ടിയുടെ കഴിവായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അതിനെ കൂടുതൽ എൻ്റർടൈൻ ചെയ്ത് കൊടുക്കും. അതിനൊന്നും കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. കുഞ്ഞെ നീ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. എന്നാൽ ഇത് പിന്നീട് ഉണ്ടാക്കുന്ന ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് നമ്മൾ നോക്കിക്കോളൂ, കഴിഞ്ഞ ഒരു ദിവസം ഈ ഒരു നമ്മുടെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു അലംഭാവത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. മലപ്പുറം ത്തൂടെ പോകുന്ന ഒരു ബസ് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റോഡിലേക്ക് മുട്ടിലിഴയുന്ന ഒരു കുഞ്ഞ് റോഡിൻ്റെ നടുക്ക് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാണ്. മുട്ടിലിഴയുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഒരു ഗേറ്റ് കടന്ന്, അത് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി അവരുടെ മുറ്റവും കടന്ന് ഗേറ്റും കടന്ന് നടു റോഡിലെത്തുന്നു. ആ സമയം അപ്പോഴും അറിഞ്ഞിട്ടില്ല. അവിടെ അറിയുന്നത് എങ്ങനെയാ? ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ ഓടിപ്പോകുന്ന സമയത്ത് അവൻ കണ്ടിട്ട് ബസ് ചവിട്ടിയിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് രക്ഷിതാക്കളുടെ കൈ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? ഒന്നുകിൽ ആ രക്ഷിതാവ് ഈ കുട്ടിയെ ശ്രദ്ധിച്ചില്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കാവും,
മൊബൈൽ ഫോണും ഈ പറയുന്ന ഇതിൻ്റെ ദൂഷ്യവശം മൂലം ഉണ്ടായ ഒരു ദുരന്തമാണിത്. ഈ കുട്ടിക്ക് ദുരന്തം സംഭവിച്ചില്ല, അത് എന്തോ ദൈവഭാഗ്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ കുട്ടിക്കൊന്നും സംഭവിക്കാതിരുന്നത്, ഈ 12 വയസ്സുകാരിയായ കുട്ടിക്ക്. അപ്പോൾ ഇത് നമ്മളുടെ അലംഭാവത്തിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. ഇത് അവിടെ പോലീസ് എടുത്ത ഒരു എഫേർട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ ഈ കാര്യത്തിൽ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഇവർക്ക് അതിൻ്റെ ഇടയിൽ ഇവരുടെ രക്ഷിതാക്കൾ വന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ പല ആവർത്തി ചെല്ലുന്നുണ്ട്, പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നതല്ല, ഞങ്ങൾക്ക് കൃത്യമായി വിവരം തരുന്നില്ല. അത് നമുക്ക് അവരുടെ ആശങ്ക മനസ്സിലാവും, രക്ഷിതാക്കളുടെ ആശങ്ക മനസ്സിലാവും, നമുക്ക് എല്ലാ മാധ്യമങ്ങൾക്കും മനസ്സിലാവും, പോലീസുകാർക്ക് മനസ്സിലാവും. പക്ഷേ പോലീസുകാർ പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് നല്ലൊരു വാർത്ത കിട്ടിയാലേ കൊടുക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല അവർ ഈ പറയുന്ന അന്വേഷണത്തിന്റെ ഗതിയൊന്നും ഒരിക്കലും ഈ പറയുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യത്തില്ല. കാരണം ഇപ്പൊ ഇവര് അന്വേഷിക്കുന്നുണ്ട്, ഇതുപോലെ ഇവരെ ഇപ്പൊ ട്രാക്ക് ചെയ്ത് നിർത്തിയേക്കാണ്, ഇവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നിർത്തിയേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അവിടുന്ന് മൂവ് ഓൺ ചെയ്യണം. ഒന്നാമതെ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ നേരത്തെ ഒരു വട്ടം ഇവിടെ ഒരു കുട്ടിയെ കാണാതായ സമയത്ത് ഇതേപോലെ കൊല്ലത്ത് കാണാതായ സമയത്ത് ഇതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടായി. അതായത് അവര് ഫോണിൽ വിളിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം മൈക്കും കൊണ്ട് നിന്നതും അവർ ഈ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പോയതും അതേ പ്രശ്നം ഇവിടെ നടക്കും. പോലീസുകാർ എന്തൊക്കെ അപ്ഡേഷൻസ് ഇവിടെ കൊടുത്താലും അത് മാധ്യമങ്ങൾ വഴി പുറത്തോട്ട് വരും. അത് അവർക്ക് രക്ഷപ്പെടാനും മൂവ് ഓൺ ചെയ്യാനും ഉള്ള അവർക്കത് വഴിയൊരുക്കും. അതുകൊണ്ടാണ് പോലീസുകാർ പലപ്പോഴും അവസാന ഘട്ടത്തിൽ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് കേസാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴേ അവർ ഡീറ്റെയിൽസ് തരത്തുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പേരൻസിന്റെ ആശങ്ക. അത് കണ്ടോണ്ടിരിക്കും, ഈ 2-3 ദിവസം ടിവിയുടെ മുന്നിലിരുന്ന നമ്മൾക്കേ ഉണ്ട് ആ ഒരു ആശങ്കയും പ്രശ്നങ്ങളും. എന്തായി അവസ്ഥ, ജീവനോടെ കിട്ടണേന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു 12 വയസ്സ് മാത്രം പ്രായമുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര ചെറുപ്പമാണ്, ആലോചിച്ച് നോക്കിക്കോളൂ. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്ധേരി പോലെയുള്ള സ്ഥലം, മുംബൈ പോലെയുള്ള സ്ഥലത്തൂടെയൊക്കെ ഈ കുട്ടി കടന്നുപോയി എന്ന് പറയുമ്പോൾ സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ അന്ധേരി പറഞ്ഞ സ്ഥലങ്ങളെ പറ്റി. അപ്പൊ നമുക്കെല്ലാം ഇത് നമുക്കറിയില്ല അവിടുത്തെ അവസ്ഥ എന്നത്, പക്ഷെ നമുക്ക് പേടിയാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അവിടെയൊക്കെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ വെച്ചിട്ട് പിന്നെ ഈ പറയുന്ന വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പുണ്ട്, അത് നമ്മൾ ട്രെയിൻ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിൻ അതിൻ്റെ ലൊക്കേഷൻ വരെ കൃത്യമായി നോക്കിക്കൊണ്ടാണ് ശരിക്കും പോലീസ് ഇതിനെ കൊണ്ടുവന്നത്. ആ ലെവലിൽ 3000 കിലോമീറ്റർ നമ്മുടെ പോലീസ് ട്രാവൽ ചെയ്തു എന്ന് പറയുമ്പോൾ ആ പോലീസ് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കും. ആ കുട്ടിക്ക് എന്താ പ്രശ്നം? ആ കുട്ടിക്ക് അഭിജിത്തിന്റെ കൂടെ കയറുന്നു, ടിക്കറ്റ് എടുക്കുന്നു, യാത്ര ചെയ്യുന്നു. ശരിക്കും അത് പോക്സോ കേസാണ്. നമ്മൾ ചിലപ്പോൾ പോലീസുകാരെ കുറ്റം പറയും, പക്ഷേ ഇതുപോലുള്ള കേസുകളിൽ പോലീസുകാർ ഇങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നു ഇപ്പൊ ആ കുട്ടിയെ കിട്ടൂല, ഒരിക്കലും കിട്ടില്ല. ആ കുട്ടി എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയേനെ. കാര്യം ഇവൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് അറിയില്ല. ഇവൻ ഓൾറെഡി തന്നെ പോക്സോ കേസിൽ പ്രതിയാണ്. നിരവധി പരാതികൾ, സ്ത്രീ വിഷയങ്ങളിൽ തന്നെ ഈ അഭിജിത്തിനെതിരായ നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഒരിക്കലും പോലീസ് ഇത്തരം കാര്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള ഇനിയുള്ള സാധ്യത കുറവാണ്. കാര്യം നമുക്കറിയാം, ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ചില കുൽസിത പ്രവർത്തക കാരണം നാട് വിട്ടപ്പോൾ ഇവിടെ നിന്ന് പോലീസിൻ്റെ മൂവ്മെൻറ്റ്സ് ഇപ്പോൾ ഏതെങ്കിലും വെറുതെ യൂട്യൂബിലെടുത്ത് ഒരു ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലെടുത്ത് തുറന്നു വെച്ചാൽ മതി, ഇവിടെ പോലീസ് എന്തൊക്കെ നീക്കം നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഒട്ടുപോലെ അറിയാൻ പറ്റും. വളരെ എളുപ്പത്തിൽ അറിയാൻ പറ്റും. വേറെ ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ എടുത്തിട്ട് ഉടനെ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് അതിനകത്തോട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി, ആ കണക്ഷനകത്ത് അറിയാൻ പറ്റും പോലീസ് എവിടെ എത്തി എന്നുള്ള വിവരം. അത്രയ്ക്ക് അപ്ഡേഷൻ കൊടുക്കാൻ പാടില്ല. മാധ്യമങ്ങളും അക്കാര്യത്തിൽ ചെറിയ ഒരു നിയന്ത്രണം പാലിക്കാൻ നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള കേസുകളിലെങ്കിലും പിന്നെ ഇത്തരം കേസുകളിലൊക്കെ ഒരു പ്രതിയെ തപ്പി പോലീസ് പോവാന്ന് പറഞ്ഞാൽ പ്രതി ഇന്ന സ്ഥലത്തുണ്ട് എന്നൊരു ലൊക്കേഷൻ്റെ ഒരു ഏകദേശം ട്രേസ് ഔട്ട് ചെയ്തതിനു ശേഷമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ട്രേസ് ഔട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ട്രാക്ക് ചെയ്ത് പോവുമായിരിക്കും. അപ്പോൾ പറയുകയാണ്, മാധ്യമങ്ങളിലൂടെ വരികയാണ്, പോലീസ് ദാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവനവിടെ ചിലപ്പം പിന്നെ ആലുവയിൽ ഇരിക്കുന്ന ഒരുത്തനായിരിക്കും, പോലീസ് എറണാകുളം എത്തി ആലുവയിൽ. ഇപ്പൊ വാർത്ത കാണാൻ ഇപ്പൊ ടി വി കാണണമെന്നൊന്നും വേണ്ട, മൊബൈൽ ഫോൺ പോരെ. ഇപ്പൊ പറയാണ് പോലീസ് പിന്നെ പ്രതി ആലുവയിൽ ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചിരിക്കുകയാണ്, ഇപ്പം കളമശ്ശേരി എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പോലീസ് ഇവിടുന്ന് അങ്ങോട്ട് പോകണം, എറണാകുളം പോലീസ് എത്തിയിട്ടുണ്ട്, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവനെ പിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഇവിടുന്ന് ലൈവ് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവനിത് കേട്ടിട്ട് എറണാകുളം എത്തി, അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഇത് മാധ്യമങ്ങളുടെ ഒരു തെറ്റായ ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പോലീസിൻ്റെ ഒരു നിശബ്ദമായ ഓപ്പറേഷൻ വളരെ ഫലപ്രദമായി തന്നെ കൊണ്ടുവന്നുള്ളതാണ്. എന്തുതന്നെയാണെങ്കിലും നമുക്ക് ഏക ആശ്വാസം, ആ കുട്ടിയെ ഒരു കുഴപ്പവും കൂടാതെ അവരുടെ രക്ഷിതാക്കളുടെ കയ്യിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പിന്നീട് ഈ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ, എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ള കാര്യം അതാണ്, നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും ഇല്ല, അത് വേറൊരു കാര്യം,
പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർ ഏതൊക്കെ സൈറ്റുകളിൽ കയറുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അവർ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഇൻസ്റ്റാഗ്രാമിൽ അവർ ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, ആ ചാറ്റുകൾ എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യങ്ങളും ആളറിയാതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം ചിറയൻകീഴിൽ ഒരു സ്ത്രീയുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്, അവരെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയും ബന്ധമുണ്ടാകുകയും അതിലൂടെ പിന്നീട് മരണത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്ന ഒരുപാട് പെൺകുട്ടികളുടെ കഥ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല രക്ഷിതാക്കളും ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. പഠിക്കേണ്ട സമയമാണ്, അവരോട് പഠിക്കാൻ പറയുക. അവർ പഠിക്കട്ടെന്നേ, അവർ സ്കൂളിൽ പോട്ടെ, അവർ പഠിക്കട്ടെ, നല്ല മാർക്ക് മേടിച്ച് 10ാം ക്ലാസ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് +2 കഴിയട്ടെ, അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കും. മൊബൈൽ ഫോണിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്നെ വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.